നമസ്കാരം, ഞാൻ ആജയ് ചിഞ്ചു. ഇന്ന് നമസ്തേ കേരള ടീം ആജയ് വിപ്സിനെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. പക്ഷേ ആജയ് വിപ്സ് ഒരു RJ ആയിട്ടല്ല, ഫൈനാൻഷ്യൽ അഡ്വൈസർ ആയിട്ടാണ് ഞങ്ങളുടെ അടുത്ത് ഇന്ന് ജോയിൻ ചെയ്യുന്നത്. സോ ആജയ് വിപ്സ്, വിപിൻ വർഗീസ്, ഫൈനാൻഷ്യൽ അഡ്വൈസർ, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു ഇൻഫോർമേറ്റീവ് സെഷനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വീട് മേടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ ലോണിൻ്റെ ആസ്പെക്റ്റ് ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറിൽ നിന്ന് തന്നെ നമുക്കറിയാം. അപ്പം മിക്കവരും ഇപ്പം വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പം മെയിൻലി വരാൻ പോകുന്നത് നമുക്കൊരു ഡിപ്പോസിറ്റ് വേണ്ടി വരും. ഒരു ഡിപ്പോസിറ്റ് ഇല്ലാതെ ഇവിടെ ഒരു വീട് മേടിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു ഒരു അറിവ്. അപ്പം ഡിപ്പോസിറ്റ് ചിലവർക്ക് 5% കാണുള്ളായിരിക്കും, 10% ആയിരിക്കാം. ഈ ഡിപ്പോസിറ്റ് എങ്ങനെയാണ്, അതിൻ്റെ സോഴ്സ് എന്തൊക്കെയാണ് നമ്മൾ കാണിക്കേണ്ടത്? സേവിങ്സ് തന്നെ പറ്റുള്ളൂ എന്നുണ്ടോ? ഗിഫ്റ്റിങ് നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ ഓക്കെ ആണോ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മൾ വീട് മേടിക്കുന്നതിൽ 2 കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടത്. ഒന്ന് ഡെപ്പോസിറ്റാണ്, 2 അതിൻ്റെ സർവീസബിലിറ്റിയാണ്. അപ്പോൾ ഈ ഡെപ്പോസിറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസ നമ്മൾ ബാങ്കിൽ നിന്ന് ലോണായിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്? അപ്പോൾ ആ 2 കാര്യങ്ങളാണ് നമ്മൾ ഏത് ലോണിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഡെപ്പോസിറ്റിൽ തന്നെ നമുക്ക് പല റിക്വയർമെൻറ്റ്സ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ അതിലൊരെണ്ണം 5%-ൻ്റെയാണ്, അതാണ് ഏറ്റവും കുറഞ്ഞ ഡെപ്പോസിറ്റ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് 10%-ൻ്റെ ഡെപ്പോസിറ്റാണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് 20%-ൻ്റെ ഡെപ്പോസിറ്റാണ്. അപ്പോൾ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് ഏറ്റവും മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്നത് ഈ 20% ഡെപ്പോസിറ്റിൻ്റെ സ്കീമുകളാണ്. പക്ഷേ ചില ആൾക്കാർക്ക് നല്ല ഇൻകം ഉണ്ടായിരിക്കും, ഒരു വീട് അഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ സർവീസബിലിറ്റി പാർട്ടുണ്ടല്ലോ, അത് അവർ ഓക്കെ ആയിരിക്കും. പക്ഷേ ഈ ഡെപ്പോസിറ്റ് സേവ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് ഒക്കെ വെച്ചിട്ട് ഇറ്റ് ക്യാൻ ടേക്ക് ലോങ് ടൈം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പല മെത്തേഡ്സ് ഉപയോഗിക്കാം ഈ ഡെപ്പോസിറ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും മിനിമം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 5% അപ്പോൾ അതിൽ കംസ് വിത്ത് സെറ്റ് ഓഫ് റൂൾസ്. കുറച്ച് ക്രൈറ്റീരിയ നമ്മൾ എലിജിബിൾ ആകുമ്പോഴാണ് നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് ഒരു ഫാമിലിയുടെ ഹൗസ് ഹോൾഡ് ഇൻകം $150,000 താഴെ ആയിരിക്കണം ഒരു ആനുവൽ ഇയറിൽ. അതെങ്ങനെയാണ് ബാങ്ക് അല്ലെങ്കിൽ കൈങ്ങോറ വർക്കൗട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ IRD സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്തിട്ടാണ് അവരത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് 12 മന്ത്സിൽ ഇപ്പോൾ ഒരു ജോയിൻറ്റ് ആപ്ലിക്കേഷനാണ്, ഹസ്ബൻഡും വൈഫിൻ്റെയും IRD സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്തിട്ട് നമ്മൾ നോക്കണം ഓൾ ടുഗെദർ ഗ്രോസ് ഇൻകം എത്രയാണെന്നുള്ളത്. അത് $150,000 താഴെയാണെങ്കിൽ അത് വൺ ഓഫ് ദ ക്രൈറ്റീരിയ അതിൽ മാച്ച് ആവും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എംപ്ലോയ്മെൻ്റ് സ്റ്റെബിലിറ്റിയാണ്. അപ്പം നമ്മളുടെ ഒരു സെയിം എംപ്ലോയറായിട്ട് നമ്മൾ ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ സെയിം ഇൻഡസ്ട്രിയിൽ ഇനഫ് എക്സ്പീരിയൻസ് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മാച്ച് ആവുകയാണെങ്കിൽ നമ്മൾ ഈ 5%-ൻ്റെ സ്കീമിൽ എലിജിബിൾ ആയിരിക്കും. അപ്പോൾ ഇത് പറഞ്ഞത് നമ്മളൊരു ഫാമിലിയുടെ കോണ്ടെക്സ്റ്റിലാണ്, ഒരു ഹസ്ബൻഡ് വൈഫ് ഒരു കപ്പിൾസിൻ്റെ കോണ്ടെക്സ്റ്റിലാണ്. ഇനി ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സിംഗിൾ ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഇഷ്ടംപോലെ വീട് മേടിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഈ ഇൻകം ക്യാപ്പ് എന്ന് പറയുന്നത് $95,000 ആണ്. സെയിം ക്രൈറ്റീരിയ ആണ്, നമ്മൾ IRDയുടെ ലാസ്റ്റ് 12 മന്ത്സ് ഇൻകം ചെക്ക് ചെയ്യും. അപ്പോൾ അത് $95,000 താഴെയാണെങ്കിൽ നമ്മൾക്ക് ഈ 5%-ൻ്റെ സ്കീമിന് എലിജിബിൾ ആയിരിക്കും. ഇനി ഈ 5% ഡെപ്പോസിറ്റ് നമുക്ക് എങ്ങനെയൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? നാച്ചുറലി നമ്മൾ സേവ് ചെയ്യുന്ന പൈസ ഡെപ്പോസിറ്റിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അത് ഗിഫ്റ്റായിട്ട് നമുക്ക് ആ പൈസ ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് നാട്ടിൽ ഫാമിലിയോ അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ എല്ലാം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആണെങ്കിൽ നമ്മൾക്ക് ആ ഒരു പൈസയും കൂടി ഇതില്ലെങ്കിൽ ഡെപ്പോസിറ്റിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതാണ് ആ 5%-ൻ്റെ എന്ന് പറയുന്നത്. ബാക്കി ഇപ്പോൾ നോർമൽ ഇപ്പോൾ 10%-ൻ്റെ ഒരു ഡെപ്പോസിറ്റ് ഓപ്ഷനാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾക്ക് നമ്മുടെ കിവി സേവർ ഉപയോഗിക്കാം, അത് എലിജിബിൾ ആണെങ്കിൽ. നോർമലി 3 വർഷം നമ്മൾ കിവി സേവറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് അതിൽ നിന്ന് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇപ്പോൾ ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ നമുക്ക് അതിലൊരു $20,000 ഉണ്ടെങ്കിൽ ഒരു $1,000 നമ്മളവിടെ കീപ്പ് ചെയ്യണം, റെസ്റ്റ് ഓഫ് ദ മണി യു ക്യാൻ യൂസ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 3 ഇയേഴ്സ് കിവി സേവറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്കാണ്. അപ്പോൾ അതൊരു ഡെപ്പോസിറ്റാണ്. നാച്ചുറലി നമ്മുടെ സേവിങ്സ് ഒരു ഡെപ്പോസിറ്റാണ്. എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു ഡെപ്പോസിറ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും അസറ്റ്സ് സെൽ ചെയ്തിട്ട്, സേ ഫോർ എക്സാമ്പിൾ നമുക്കൊരു കാറുണ്ട്, $50,000 കാറാണ്. പക്ഷേ നമ്മളിപ്പോൾ നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് വീട് മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ കാറിന് ലോണൊന്നുമില്ല, നമ്മൾ ആ കാർ വിൽക്കുന്നു, അപ്പോൾ നമുക്ക് പൈസ കിട്ടുന്നു. പക്ഷേ നാച്ചുറലി അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ആ കാർ വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എങ്ങനെ ട്രാൻസ്പോർട്ട്
ചെയ്യുമെന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മേ ബി നമ്മളൊരു ഡൗൺ സൈസ് ചെയ്തിട്ട് ഒരു 20,000 കാറായിരിക്കും അല്ലെങ്കിൽ 10,000 കാറായിരിക്കും നമ്മൾ മേടിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പോൾ റെസ്റ്റ് ഓഫ് ദ മണി നമുക്ക് ഡെപ്പോസിറ്റിൻ്റെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഡെപ്പോസിറ്റിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് നേരത്തെ പറഞ്ഞ പോലെ 5ഉം 10ഉം 20 ഉള്ളത്. ഓരോ ഡെപ്പോസിറ്റിൻ്റെ സ്കീമിലും നമ്മുടെ ബോറോയിങ് എമൗണ്ട് അത് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം എല്ലാത്തിനും ബാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ചേട്ടാ ഇതാണ് എൻ്റെ എക്സ്പെൻസസ്, ഞാൻ ഇത്രയാണ് ഫുഡിന് കൊടുക്കുന്നത്, ഇത്രയാണ് കറണ്ട് ബില്ല്, ഇത്രയാണ് ഫോൺ ബില്ല്, പക്ഷേ എനിക്ക് ഇത്രയാണ് ലോൺ കിട്ടുന്നുള്ളൂ. അപ്പോൾ പക്ഷേ നമ്മുടെ എക്സ്പെൻസ് എത്രയാണെങ്കിലും ബാങ്കിനൊരു ബെഞ്ച് മാർക്ക് ഉണ്ട്. അതായത് നമ്മുടെ ലിവിങ് എക്സ്പെൻസ് $1,000 ആണ്, പക്ഷേ ബാങ്ക് മേ ബി കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1,500 അല്ലെങ്കിൽ 2,000 ആയിരിക്കും. അപ്പോൾ നമ്മുടെ എക്സ്പെൻസ് എത്ര കുറവാണെങ്കിലും മിനിമം അത്രയും എക്സ്പെൻസസ് ബാങ്ക് കൗണ്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ചില സമയത്ത് ചില കാൽക്കുലേറ്റർ ഇട്ട് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് കുറേ ലോൺ കിട്ടും എന്നുള്ളത്, പക്ഷേ റിയാലിറ്റിയിൽ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത്രയും ലോൺ കിട്ടണം എന്നുള്ളത് ഇല്ല. അപ്പോൾ നാച്ചുറലി അവർ നോക്കുന്നത് നമ്മുടെ ഇൻകം, എക്സ്പെൻസസ്, അത് രണ്ടും നോക്കിയിട്ട് നമുക്ക് പിന്നെ എത്ര പൈസ മോർട്ട്ഗേജ് അടയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ചില സമയത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വരും, ഈ ക്രെഡിറ്റ് കാർഡുകൾ ക്ലോസ് ചെയ്താലാണോ പറ്റുള്ളൂ, അല്ലെങ്കിൽ കാർ ലോണുകൾ ക്ലോസ് ചെയ്താലാണോ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജം വീസ അടയ്ക്കണോ, ക്യൂ കാർഡ് അടയ്ക്കണോ, അങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് $1 million ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇങ്ങനെ ഓരോ കാർഡുകൾ ഉണ്ടാകുമ്പോൾ ആ ലിമിറ്റ് കുറഞ്ഞു വരും. പക്ഷേ നമുക്കപ്പോൾ $1 million വീട് മേടിക്കണമെങ്കിൽ മാത്രമാണ് നമ്മളിതെല്ലാം ക്ലോസ് ചെയ്യേണ്ട ആവശ്യം ഉള്ളൂ. അപ്പോൾ നമുക്കൊരു 500 വീട് മേടിച്ചാൽ മതി, അല്ലെങ്കിൽ 600 വീട് മേടിച്ചാൽ മതിയെങ്കിൽ നമ്മളിതെല്ലാം ക്ലോസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇത് ബേസിക്കലി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ് നിങ്ങൾക്ക് നേരിട്ടുള്ളതല്ല. നിങ്ങൾക്ക് എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസ് എടുക്കണം. പക്ഷേ ഇതൊരു ജനറൽ ഐഡിയ ആണ് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. റൈറ്റ്, താങ്ക് യു. പിന്നെ വരുന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 5% ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ 10, 20 ഇപ്പോൾ പറഞ്ഞ പോലെ ഇതിന് വരുമ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടാൻ പോകുന്ന ഇൻട്രസ്റ്റ് റേറ്റിന് വ്യത്യാസങ്ങളുണ്ടാവോ ഈ ഇടുന്ന ഡിപ്പോസിറ്റ് അനുസരിച്ച്? ഇപ്പോൾ കുറച്ചിടുവാണെങ്കിൽ കുറച്ച് ഹയർ ആയ ഇൻട്രസ്റ്റ് റേറ്റ്, അങ്ങനെ ഒരു കൊളാബറേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ബേസിക്കലി ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും ഒരു ഹോട്ട് ടോപ്പിക്കാണ് എല്ലാ സ്ഥലത്ത് ചെല്ലുമ്പോഴും. ഒരു വളരെ കാരണം അതാണ് കൈൻഡ് ഓഫ് കോസ്റ്റ് ഓഫ് ബോറോയിങ് എന്ന് പറയുന്നത്. നമ്മൾ എടുക്കുന്ന ലോണിന് നമ്മൾ തിരിച്ചടയ്ക്കുന്ന പൈസയാണ്. അപ്പോൾ നമ്മുടെ ഒരു വീക്ക്ലി നമ്മുടെ ബാങ്കിനെ ബാധിക്കുന്ന, നമ്മുടെ പൈസനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹോട്ട് ടോപ്പിക്കാണ്. എപ്പോഴും നമ്മൾക്ക് ഏറ്റവും നല്ല ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത് 20% ഡെപ്പോസിറ്റ് ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ നമ്മൾ അത്രയും പൈസ സേവ് ചെയ്തിട്ടാണ് നമ്മൾ വീട് മേടിക്കാൻ നോക്കുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് പോസിബിൾ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളതായിരിക്കും നമ്മളിപ്പോൾ ബിൽ ബോർഡിലോ ബസ്സിൻ്റെ പുറകിലോ ടി വിയിലോ ന്യൂസിലൊക്കെ അഡ്വർടൈസ്മെൻറ്റിൽ കാണുന്നത്. അപ്പോൾ ആ സെയിം ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ് നമ്മൾക്ക് 5% ഡെപ്പോസിറ്റിൽ ഫസ്റ്റ് ഹോം ലോണിൽ മേടിക്കുകയാണെങ്കിൽ കിട്ടുന്നത്. അപ്പോൾ അതതിൻ്റെ ഒരു മാസീവ് അഡ്വാൻറ്റേജ് ആണ്. കാരണം ഒരാളിൽ 20% ഡെപ്പോസിറ്റ് ഉണ്ട്, ഒരാളിൽ 5% ഡെപ്പോസിറ്റ് ആണ് ഉള്ളൂ, പക്ഷേ യു സ്റ്റിൽ ഗെറ്റ് ദാറ്റ്. ആ ഒരു 20% ആളുടെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നമുക്കതിൽ കിട്ടും. അപ്പോൾ അതാണ് ഈ കൈങ്ങോറ സപ്പോർട്ടഡ് ഫസ്റ്റ് ഹോം ലോണിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചെറിയൊരു ഡെപ്പോസിറ്റ് ആണ് ഇതിന് പേ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ റിസ്ക് ഭയങ്കര ഹൈ ആണ് ലെൻഡറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമുക്കൊരു ലെൻഡേഴ്സ് മോർഗേജ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇൻഷുറൻസിന് പേ ചെയ്യണം. അപ്പോൾ അത് കൈങ്ങോറ വഴി മേടിക്കുമ്പോൾ അപ്പോൾ അത് നോർമലി ലോൺ എമൗണ്ടിൻ്റെ 1.2% ആണ്. സോ ഇമാജിൻ നമ്മൾ $1 million ലോൺ എടുക്കണമെങ്കിൽ $12,000 നമ്മൾ അഡീഷണൽ പേ ചെയ്യണം. ഐദർ നമുക്ക് പേ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ $1 million ലോണിൻ്റെ കൂടെ അത് ആഡ് ചെയ്യും. സോ യു ഹാവ് ടു പേ ദാറ്റ് ബാക്ക് ഇൻ 30 years ടൈം. റൈറ്റ്, ഓക്കെ. പിന്നെ വരാൻ എനിക്കൊരു സംശയം വന്നത്, ഈ 5% ഡിപ്പോസിറ്റ് ഒരു ചിലപ്പോൾ തെറ്റായ ഒരു ഇൻഫർമേഷൻ ആയിരിക്കും എനിക്ക്. അതിനൊരു ക്യാപ്പ് ഉണ്ടോ? അതിപ്പം 5% ഡിപ്പോസിറ്റ് എനിക്കുള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ 500,000 വീടേ എനിക്ക് മേടിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് വളരെ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബേസിക്കലി അങ്ങനെ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു, നോട്ട് എനിമോർ. അപ്പോൾ ആദ്യം അങ്ങനെയായിരുന്നു, നമ്മൾക്ക് ഓരോ റീജിയനും ഓരോ പ്രൈസ് ക്യാപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്രൈസ്റ്റ് ചർച്ചിലാണെങ്കിൽ ഇത്രയാണ് പറ്റുള്ളൂ, ഓക്ലൻഡിലാണെങ്കിൽ ഇത്രയാണ് പറ്റുള്ളൂ, വെല്ലിംഗ്ടണിലാണ് ഇത്രയാണ് പറ്റുള്ളൂ. പക്ഷേ ആ റൂളെല്ലാം ഇപ്പോൾ മാറി. ബേസിക്കലി നമ്മുടെ അഫോർഡബിലിറ്റി എന്താണോ 5% ഡെപ്പോസിറ്റ് നമ്മൾ വെച്ചിട്ട്, രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, സർവീസബിലിറ്റി എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അത് നമുക്ക് സർവീസ് ചെയ്യാനുള്ള ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ലിമിറ്റ് ഇല്ല. നമ്മുടെ ചോയ്സിനനുസരിച്ച് നമുക്ക് എത്ര അഫോർഡബിൾ ആണോ അത്രയും പൈസയുടെ വീട് മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും.
റൈറ്റ്, ദാറ്റ്സ് റിയലി ഗുഡ് അല്ലേ. പിന്നെ വരുന്നൊരു ചോദ്യം, മിക്കവരും ഇപ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് ഹോം മേടിച്ചവരായിരിക്കാം ആൻഡ് ദ തിങ്കിങ് അബൌട്ട് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം കേൾക്കുന്നൊരു വാക്കാണ് ഈ ഇക്വിറ്റി. അപ്പം അതെന്താണ്, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മേടിക്കാൻ പറ്റുന്നത്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ഓക്കെ, ഇക്വിറ്റി എന്ന് പറയുന്നത് വളരെ കോമൺലി ഇപ്പോൾ ആൾക്കാർ, എസ്പെഷ്യലി നമ്മുടെ കമ്മ്യൂണിറ്റി ഇപ്പോൾ ഇവിടെ വന്നിട്ട് താമസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലം ആയതുകൊണ്ട് നേരത്തെ വീട് മേടിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് ഇക്വിറ്റി. അതിനെ പറ്റിയിട്ടുള്ള പല മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ഉണ്ട്. ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ വീടിൻ്റെ വാല്യൂ. $1 million നമ്മുടെ വീടിൻ്റെ വാല്യൂ. ലെറ്റ്സ് സേ എത്രയാണ് നമ്മുടെ വീടിൻ്റെ ലോൺ എമൗണ്ട്, തിരിച്ച് നമ്മൾ ബാങ്കിലേക്ക് അടയ്ക്കാനുള്ള എമൗണ്ട്. ഇമാജിൻ ദാറ്റ് $600,000. അപ്പോൾ $1 million വീടിന് $600,000 ലോൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വിറ്റി എന്ന് പറയുന്നത് $400,000 ആണ്. ഓക്കെ, അപ്പോൾ $1 million മൈനസ് നമ്മൾ ബാങ്കിന് കൊടുക്കാനുള്ള പൈസ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ആക്ച്വൽ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ വാല്യൂ. നമ്മൾ ഇന്ന് ഈ വീട് വിൽക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ $1 million ഈ വീട് വിൽക്കുന്നു. മേ ബി അതിൻ്റെ റിയൽ എസ്റ്റേറ്റ് കോസ്റ്റ് അങ്ങനത്തെ കോസ്റ്റുകൾ അതിലുണ്ട്. പക്ഷേ ഇപ്പോൾ ഇമാജിൻ അതില്ല എന്നുള്ളത് വിചാരിക്കാം. അപ്പോൾ $1 million വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ 600 ബാങ്കിന് കൊടുക്കുന്നു, 400 നമുക്ക് കിട്ടുന്നു. അതാണ് അതിൻ്റെ ഇക്വിറ്റി എന്ന് പറയുന്നത്. പക്ഷേ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയിൽ വരുന്ന സമയത്ത് ഈ എല്ലാ ഇക്വിറ്റിയും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതായത് അടുത്തൊരു വീട് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് യൂസബിൾ ഇക്വിറ്റി എന്നുള്ളത്. അപ്പോൾ യൂസബിൾ ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ സെയിം എക്സാമ്പിൾ എടുക്കാം. $1 million വീടാണ്, $600,000 ആണ് അതിന്മേൽ ലോൺ ഉള്ളത്. ഓക്കെ, മാക്സിമം നമ്മൾക്ക് ആ പ്രോപ്പർട്ടിയിൽ ലോൺ എടുക്കാൻ പറ്റുന്നത് 80% ഓഫ് ദ വീടിൻ്റെ വാല്യൂ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാമ്പിളിൽ $800,000 വരെയാണ് നമ്മൾക്ക് ഈ വീട്ടിൽ ലോൺ എടുക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ആ $800,000 നമ്മൾ ബാങ്കിന് ഇപ്പോൾ കറൻ്റ്ലി കൊടുക്കാനുള്ള $600,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് $200,000. അപ്പോൾ അതാണ് നമ്മൾക്ക് യൂസബിൾ ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പൈസ ആയിരിക്കും നമ്മൾക്ക് അടുത്തൊരു വീട് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡെപ്പോസിറ്റായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഓൾറെഡി വീട് മേടിച്ചിട്ടുള്ള ആളുകൾക്കറിയാം നമ്മളൊരു ഡെപ്പോസിറ്റ് കൊടുത്തിട്ടായിരിക്കും വീട് മേടിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ എപ്പോൾ നമ്മളൊരു വീട് മേടിക്കണമെങ്കിലും രണ്ടാമത് നമുക്ക് അതുപോലെ ഒരു ഡെപ്പോസിറ്റ് വേണം. പക്ഷേ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു വീട് ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ അതിൽ യൂസബിൾ ഇക്വിറ്റി ഉണ്ടെങ്കിൽ നമ്മൾക്ക് അത് രണ്ടാമത്തെ വീടിൻ്റെ ഡെപ്പോസിറ്റായിട്ട് ഉപയോഗിക്കാം. റൈറ്റ്. അപ്പോൾ മേ ബി പ്രീ കോവിഡിൽ മേടിച്ചിട്ടുള്ള എല്ലാ ആളുകളും അങ്ങനത്തെ ഒരു സ്പേസിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ കാണുന്ന ആപ്ലിക്കേഷനിൽ മെജോറിറ്റി ആപ്ലിക്കേഷൻസും ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതെല്ലാം കോവിഡിന് മുന്നേ വീട് മേടിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ പ്ലെൻറ്റി ഓഫ് ഇക്വിറ്റി, ആ യൂസബിൾ ഇക്വിറ്റി ആ വീടുകളിലുണ്ട്. അപ്പോൾ ആ പൈസ നമ്മൾ ഉപയോഗിക്കുകയാണ് രണ്ടാമത് റീഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. റൈറ്റ്. പിന്നെ വരുന്ന ചോദ്യം എന്ന് വെച്ചാൽ, ഇപ്പം ഫസ്റ്റ് ഹോം ബയേഴ്സ് എല്ലാവരും ചിലപ്പോൾ അവരുടെ ഡ്രീം ഹോം ആവണമെന്നില്ല മേടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവർ വിചാരിക്കും ഓക്കെ ഇപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ഹോം ഒരു വീട് മേടിക്കുന്നു, അത് കഴിഞ്ഞതിൻ്റെ കപ്പിൾ ഓഫ് ഇയേഴ്സ് ടൈം ഞാനത് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് ചിലപ്പം ഈ മേടിച്ച വീട് വിൽക്കാതെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പം ഈ സെയിം കാൽക്കുലേഷൻ തന്നെയാണോ ആ ഒരു സിറ്റുവേഷനിലും വരുന്നത്? അങ്ങനെ തന്നെയാണോ ബാങ്ക് നോക്കുന്നത്? കറക്റ്റ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒരു വീട് മേടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഡെപ്പോസിറ്റ് നമുക്കിതിൽ യൂസബിൾ ഇക്വിറ്റി ആയിട്ട് ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ ചില സിനാരിയോയിൽ അങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമില്ല. സേ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ 2021 അല്ലെങ്കിൽ 2022 വീട് മേടിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ ആ മാർക്കറ്റിൻ്റെ പീക്കിലാണ് മേടിച്ചിട്ടുള്ളത്. അതിനുശേഷം പ്രൈസുകളെല്ലാം ഡ്രോപ്പ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇക്വിറ്റി അങ്ങനെ ഗെയിൻ ആവാനുള്ളൊരു സമയം അതിൽ വന്നിട്ടില്ല. അപ്പോൾ പക്ഷേ ഇങ്ങനെ 2-3 ഇയേഴ്സ് മുന്നേ മേടിച്ചിട്ടുള്ള ആളുകൾക്ക് വേറൊരു വീട് മേടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഓപ്ഷനാണ്. പക്ഷേ അതിന് ഡെപ്പോസിറ്റ് നമ്മൾ സ്വന്തമായിട്ട് റേസ് ചെയ്യേണ്ട ഒരു സിനാരിയോയിലേക്കായിരിക്കും വരുന്നത്. പ്രൊവൈഡഡ് നമ്മൾക്ക് ഇപ്പോൾ പുതിയ വീടിന് എടുക്കുന്ന ലോണ് നമ്മൾക്ക് അഫോർഡബിലിറ്റി അതിൽ ഉണ്ടായിരിക്കണം. റൈറ്റ്. അപ്പം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കോമൺലി കണ്ടുവരുന്ന മിസ്റ്റേക്സോ അല്ലെങ്കിൽ മിസ്കൺസെപ്ഷൻസ് എന്താണ്? ഇപ്പോൾ ഡിപ്പോസിറ്റിൻ്റെ കാര്യം തന്നെയാവാം, അതല്ലെങ്കിൽ ഇപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ അക്കൗണ്ട് ആക്ടിവിറ്റിയുടെ കുറച്ചുള്ളതാവാം. എന്താണ് ഒരു കോമൺ ആയിട്ട് വരുന്ന തീമുകൾ? കോമൺ ആയിട്ട് എനിക്ക് തോന്നുന്ന ആൾക്കാർ ജനറലി നമ്മുടെ അടുത്ത് ആൾക്കാർ ഒരു മോർഗേജ് അഡ്വൈസറിൻ്റെ ഒരു സർവീസ് എടുക്കാൻ വേണ്ടി നോക്കുന്നത് അവർ ചിന്തിക്കുന്ന സമയത്താണ് ഓക്കെ നമ്മൾ വീട് മേടിക്കാൻ റെഡിയായി എന്ന് വിചാരിക്കുന്ന സമയത്താണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം അങ്ങനെ വരുന്ന സമയത്ത് ചില സമയത്ത് അവർ ആക്ച്വലി റെഡിയായി കാണില്ല. കാരണം അതിന് പല പ്രശ്നങ്ങൾ അവരുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് സേവ് ചെയ്തിരിക്കുന്ന പ്രോപ്പറായിട്ടായിരിക്കില്ല, അല്ലെങ്കിൽ അവിടെ ബില്ലിൻ്റെ പേയ്മെൻറ്റുകൾ മിസ്സായിട്ടുണ്ട്. അങ്ങനെ പല കോംപ്ലക്സിറ്റീസ് അതിൽ വേണമെങ്കിൽ വരാം. അപ്പം നമ്മൾ ആക്ച്വലി വിചാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് വീട് മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റണം എന്നുള്ളത് ഇല്ല. അപ്പോൾ എപ്പോഴും ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് നമ്മൾക്ക് വീട് മേടിക്കാൻ ആഗ്രഹമുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ യു നീഡ് ടു കൺസൾട്ട് വിത്ത് എ ഫൈനാൻഷ്യൽ അഡ്വൈസർ.
അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോഴായിരിക്കില്ല ചിലപ്പോൾ മേടിക്കുന്നത്. സോ ഞാൻ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുടെ അടുത്ത് നമ്മൾ 3 months അല്ലെങ്കിൽ 6 months 12 months പ്ലാനാണ് ഉണ്ടാക്കുന്നത്. വളരെ യങ് ആയിട്ടുള്ള ആൾക്കാർ വരും, ചേട്ടാ നമുക്ക് വീട് മേടിക്കുന്ന ആഗ്രഹമുണ്ട്, അപ്പോൾ നമ്മുടെ ഡെപ്പോസിറ്റ് ഒന്നും ഇല്ല, പക്ഷേ വാട്ട് ഷുഡ് വി ഡു? അപ്പോൾ അതിന് നമ്മൾക്കൊരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. ഓക്കെ, നമ്മൾ കിവി സേവ് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ കിവി സേവറിലേക്ക് മേ ബി കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക, അല്ലെങ്കിൽ ഇൻകം എക്സ്പെൻസസ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ എങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു കാര്യങ്ങളായിരിക്കും നമ്മൾ അതിന് വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പോൾ ഒരു മെയിൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എല്ലാവരും ചിലപ്പോൾ ഒരു ലാസ്റ്റ് മിനിറ്റിലായിരിക്കും ഓക്കെ നമ്മൾ റെഡി ചെയ്യുന്ന അവർ വിചാരിക്കുന്ന സമയത്തായിരിക്കും വരുന്നത്. അപ്പോൾ മേ ബി അത് കുറച്ചും കൂടി നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് പ്രോപ്പർ സ്റ്റെപ്സ് വെച്ചിട്ട് ഗൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാനൊരു കാര്യം കാണുന്നത്, ഈ വീട് മേടിക്കുന്നതുമായിട്ട് സംബന്ധിച്ച് കുറച്ച് എക്സ്പെൻസസ് ഉണ്ട്. ലൈക്ക് അതായത് ഇപ്പോൾ നമ്മൾ ഒരു 600,000 വീടാണ് മേടിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ 5% ഡെപ്പോസിറ്റിലാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് $30,000 മതി. പക്ഷെ അതിൻ്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന കോസ്റ്റുകളുണ്ട് നമ്മൾ വീട് മേടിക്കുമ്പോൾ. അപ്പോൾ അതിൽ ഒരു ലോയർ ഇൻവോൾവ് ആയിരിക്കും, ഒരു ബിൽഡിംഗ് റിപ്പോർട്ട് എടുക്കാൻ ഒരാൾ വേണം, ലിം എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് നമ്മൾ കൗൺസിലിൽ നിന്ന് എടുക്കണം. അപ്പോൾ അങ്ങനെ മൂവിങ് കോസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്കൊരു $4,000-5,000 നമുക്കൊരു അഡീഷണൽ വേണ്ടി വരും. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം ആൾക്കാർ അതിനെ ഓവർലുക്ക് ചെയ്യും. അത് ആ ഒരു കോസ്റ്റിനെ അത്രയ്ക്ക് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. പക്ഷെ ഇതെല്ലാം നമ്മുടെ അടുത്ത് വേണ്ട പൈസ ആണ്. അപ്പോൾ ആക്ച്വൽ ഡെപ്പോസിറ്റ് പ്ലസ് അപ്രോക്സിമേറ്റ്ലി ഒരു $4,000-5,000 നമ്മുടെ അടുത്ത് വേണം. പിന്നെ ആൾക്കാർ അതായത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, വീട് മേടിച്ചതിന് ശേഷം അതായത് റെൻറ്റ് മാറ്റിയിട്ട് മോർഗേജ് ആക്കുക എന്നുള്ള കോൺസെപ്റ്റ് മാത്രമല്ല, നമ്മളാണ് ആ പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് സംബന്ധിച്ചുള്ള എല്ലാ എക്സ്പെൻസസും നമ്മളാണ് അത് നോക്കേണ്ടത്. അപ്പോൾ മെയിൻലി നമുക്ക് നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള 2 കാര്യങ്ങൾ വരും. ഒന്ന് കൗൺസിലിന് അടയ്ക്കേണ്ട റേറ്റ്സ് ആണ്, 2 ആ വീടിന് അടയ്ക്കേണ്ട ഇൻഷുറൻസ് ആണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും മോർഗേജിൻ്റെ ഓൺ ടോപ്പിൽ വരും. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടും ബഡ്ജറ്റ് ചെയ്യണം. നാച്ചുറലി ബാങ്ക് നമുക്ക് ലോൺ തരുന്ന സമയത്ത് അവരിതെല്ലാം നോക്കിയതിന് ശേഷമാണ് തരുന്നത്. പക്ഷെ നമ്മൾക്കൊരു പ്രോപ്പർ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടിയും ആ എക്സ്പെൻസ് എല്ലാം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഇരിക്കാം, എത്രയാണ് നമ്മുടെ റേറ്റ്സ്, എത്രയാണ് നമ്മുടെ ഇൻഷുറൻസ് വരാൻ വേണ്ടി പോകുന്നതെന്നുള്ളത്. റൈറ്റ്. പിന്നെ ഞാൻ കേട്ടിരിക്കുന്ന ഒരു ഇതാണ്, നമ്മളൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പം ബാങ്ക് നമുക്ക് പൈസ തരും നമ്മുടെ ലീഗൽ കോസ്റ്റ് മീറ്റ് ചെയ്യാനായിട്ട്. അതെനിക്ക് ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് ക്യാഷ് കോൺട്രിബ്യൂഷൻ ആയിരിക്കാം. അപ്പം പിന്നെയും ഞാൻ കേട്ടിട്ടുണ്ട്, അയ്യോ അവർക്ക് ഇത്രയും കിട്ടി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും കിട്ടിയുള്ളൂ. അപ്പം ബാങ്ക് എങ്ങനെയാണ് ഈ ക്യാഷ് കോൺട്രിബ്യൂഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എല്ലാം ലോണിന് ക്യാഷ് കോൺട്രിബ്യൂഷൻ കിട്ടുമോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ലോണിനും ഒരു ക്യാഷ് കോൺട്രിബ്യൂഷൻ കിട്ടും. അപ്പോൾ കറൻ്റ്ലി ഒരുപാട് ബാങ്കുകൾ കൊടുക്കുന്നത് ഫസ്റ്റ് ആദ്യമായിട്ട് വീട് മേടിക്കുന്ന ആളാണ് 20% ഡെപ്പോസിറ്റ് ഇല്ലെങ്കിൽ $5,000 ആണ് മോസ്റ്റ് ഓഫ് ദ ബാങ്കുകൾ കൊടുക്കുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ നാളെ ബാങ്ക് തീരുമാനിക്കുകയാണ് ലെറ്റ്സ് മേക്ക് ഇറ്റ് 7,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മേടിക്കുന്ന എല്ലാ ആൾക്കാർക്കും 7,000 കിട്ടും. പക്ഷേ നാളെ ബാങ്ക് തീരുമാനിക്കുകയാണ് ഇനി 3,000 ആണുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് മാറും. അപ്പോൾ നമ്മൾ ഈ ഇൻഡസ്ട്രീനെ പറ്റി മനസ്സിലാക്കുന്നത് വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. എപ്പോഴും റൂളുകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഞങ്ങളുടെ പാർട്ട് ഓഫ് ദ ബിഗ്ഗസ്റ്റ് ജോബ് ഞങ്ങളുടെ എന്ന് പറയുന്നത് അൺലേണിംഗ് ആണ്. ചിലപ്പോൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച കാര്യമായിരിക്കില്ല ഈ ആഴ്ചത്തെ റൂള്. അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ടുള്ള പോളിസി ചേഞ്ചസിനും അതിനനുസരിച്ച് നമ്മളും എപ്പോഴും അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ക്യാഷ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 20% ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിലായിരിക്കും നമ്മൾക്ക് കൂടുതൽ ക്യാഷ് കോൺട്രിബ്യൂഷൻ കിട്ടാനുള്ള ചാൻസ്. അത് അഗൈൻ ഒരു ലോൺ എമൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ $1 million വീട് മേടിക്കുകയാണ്, അപ്പോൾ 20% ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ $800,000 ആണ് ലോൺ എടുക്കുന്നത്. അപ്പോൾ അതിൽ ചില സാഹചര്യത്തിൽ നമുക്കിപ്പോൾ 1% വരെ ക്യാഷ് കോൺട്രിബ്യൂഷൻ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഇപ്പോൾ ഉണ്ട്. പക്ഷെ അതിൻ്റെ മീനിങ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് mid-2025 ചിലപ്പോൾ 6 മാസം കഴിഞ്ഞ് ഈ വീഡിയോ കാണുന്ന ആൾക്ക് ചിലപ്പോൾ ഇത് റെലവൻ്റ് ആയിരിക്കില്ല. പക്ഷെ അതെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു സ്പേസാണ്. അന്ന് നിങ്ങളുടെ മോർഗേജ് അഡ്വൈസർ അല്ലെങ്കിൽ ബാങ്ക് എന്താണോ നിങ്ങളുടെ അടുത്ത് പറയുന്നത് അതാണ് അന്നത്തെ ക്യാഷ് കോൺട്രിബ്യൂഷൻ. റൈറ്റ്. പിന്നെ വരുന്നൊരു ചോദ്യം ഈ ലോൺ സ്ട്രക്ചറാണ്. അപ്പം ഇത് എൻ്റെ മനസ്സിലുണ്ടായ ഒരു മിസ്കൺസെപ്ഷനാണ്. ഞാനിപ്പോൾ ഒരു 500,000 ലോണാണ് എടുക്കണമെങ്കിൽ അത് എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ ഇത് പറയാൻ കാരണം നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ്സ് മാറിക്കൊണ്ടിരിക്കുന്നൊരു ടൈമാണ്. അപ്പം എല്ലാവർക്കും ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ചെയ്യണോ അതോ മാറ്റണോ, അല്ലെങ്കിൽ ചെറിയൊരു പോർഷൻ ഇങ്ങനെ ചെയ്യണോ എന്നുള്ളൊരു ചോദ്യങ്ങൾ വരും. അപ്പം നമുക്കത് സ്ട്രക്ചർ ചെയ്യാൻ പറ്റും.
എത്ര വേണമെങ്കിലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് ചില ലോണിനെ പറ്റുള്ളൂ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ലോൺ നമുക്ക് സ്ട്രക്ചർ ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിൽ അതിനെ സ്ട്രക്ചർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നോർമലി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് ആ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോഴത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 1 ഇയറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് അപ്രോക്സിമേറ്റ്ലി 5% ആണെന്നുള്ളത് വിചാരിക്കുക. അപ്പോൾ 1 ഇയർ കഴിയുമ്പോഴാണ് നമ്മൾ അടുത്ത ഈ ലോൺ റീഫിക്സ് ചെയ്യേണ്ട സമയമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി 12 months ടു ദ ഫ്യൂച്ചർ നമുക്ക് വി ഡോണ്ട് നോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ റീപേയ്മെൻറ്റ്സ് ചെയ്യണം. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയാണെങ്കിൽ വിച്ച് ഇസ് ഗുഡ്, നമ്മുടെ റീപേയ്മെൻറ്റ്സ് കുറയും. അപ്പോൾ നമ്മൾക്ക് അത്രയും ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും ബിക്കോസ് അത് ടു മെനി ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ അത് മാറുന്നതനുസരിച്ചിട്ട് ഇതെല്ലാം മാറും. അപ്പോൾ അങ്ങനെ നമുക്ക് ചില സമയത്ത് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും ഇത് താഴത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ചില സമയത്ത് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും ഇത് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം ബേസ്ഡ് ഓൺ ടു മെനി അതർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ റിസ്ക് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ ആണ് ഈ ലോണിനെ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നമുക്കൊരു $500,000 ലോൺ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കൊരു $250,000 നമ്മൾ 1 ഇയറിലേക്ക് ഫിക്സ് ചെയ്തു, അല്ലെങ്കിൽ $250,000 നമ്മൾ 2 ഇയറിലേക്ക് ഫിക്സ് ചെയ്തു. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ 1 ഇയർ കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ നമ്മുടെ ഹാഫ് ഓഫ് ദ ലോണിനെയാണ് അത് ബാധിക്കുകയുള്ളൂ. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ ഹാഫ് ഓഫ് ദ ലോൺ നമ്മൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ആ ലോണിന് നമ്മൾക്ക് ബെറ്റർ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. അപ്പോൾ അതാണ് നമ്മളൊരു അൺസർട്ടൺ പീരീഡിൽ ജനറലി നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. പക്ഷെ അത് ലോൺ എമൗണ്ട് ബിഗ്ഗർ ആവും തോറാണ് റിസ്ക് കൂടുന്നത്. ഇപ്പോൾ നമ്മൾ ബിറ്റ്വീൻ നമ്മുടെ ലോൺ എമൗണ്ട് ഒരു ബിറ്റ്വീൻ 200 to 400 ആണെങ്കിൽ അത്ര ഒരു മേജർ റിസ്ക് അതിൽ ഇല്ല. ലൈക്ക് ഈതർ വേ അത്ര ഒരു മേജർ കൺസേൺ അല്ല. അതാണ് മെയിൻലി നമുക്ക് ഇത് ലോൺ സ്ട്രക്ചർ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ഇപ്പോൾ ചില ആൾക്കാർ ഒരു പോർഷൻ അതിൽ ഫ്ലോട്ടിങ്ങിലിടും. ഫ്ലോട്ടിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ അത് റീപേ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ലെറ്റ്സ് നമ്മൾ ഇമാജിൻ ചെയ്യാണ്, അല്ലെങ്കിൽ നമുക്ക് ഫാമിലിയിൽ നിന്ന് ഒരു $10,000 2 മാസം കഴിയുമ്പോൾ കിട്ടും. അപ്പോൾ മേ ബി അതുപോലെ നമ്മൾ സ്ട്രക്ചർ ചെയ്യും. അപ്പോൾ അത്രയും പോർഷൻ ഓഫ് ദ ലോൺ നമുക്ക് പേ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. റൈറ്റ്. പിന്നെ വരുന്നൊരു ചോദ്യം, അല്ലെങ്കിൽ ഇതൊരു കോമൺ മിസ്കൺസെപ്ഷൻ ആയിരിക്കാം, മോർഗേജ് അഡ്വൈസറും ഫൈനാൻഷ്യൽ അഡ്വൈസറും തമ്മിലുള്ള വ്യത്യാസം, അതിലങ്ങനെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അതൊരു ജസ്റ്റ് ടൈറ്റിൽ ഡിഫറൻസസ് മാത്രമാണോ? അത് ജനറലി നമുക്കൊരു ടൈറ്റിൽ ഡിഫറൻസസ് ആണ്. നമുക്ക് മോർഗേജ് അഡ്വൈസർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ആൾക്കാർക്ക് മനസ്സിലാവും, ഓക്കെ ദിസ് പേഴ്സൺ ഡീൽസ് വിത്ത് മോർഗേജസ്. അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് അഡ്വൈസർ എന്ന് പറയുമ്പോൾ ജനറലി നമുക്കറിയാം ദിസ് പേഴ്സൺ ഡീൽസ് വിത്ത് ഇൻഷുറൻസ്. അപ്പോൾ ഫൈനാൻഷ്യൽ അഡ്വൈസർ എന്ന് ജനറലി വിളിക്കുന്ന ഒരു ടാഗാണ്. പക്ഷേ നമ്മൾ വി നീഡ് ടു ടെൽ പീപ്പിൾ, ഇപ്പോൾ എനിക്ക് മോർഗേജസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇൻഷുറൻസ് ചെയ്യാൻ വേണ്ടി പറ്റും, മേ ബി കിവി സേവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഏതാണോ നമ്മൾ എലിജിബിൾ ആയിട്ടുള്ള കാര്യം അതാണ് നമ്മൾ ആൾക്കാരുടെ അടുത്ത് പറയുന്നത്. വി ക്യാൻ ഓൺലി ഗിവ് അഡ്വൈസ് ബേസ്ഡ് ഓൺ ദാറ്റ്. അപ്പോൾ അതിന് സർട്ടൺ സെറ്റ് ഓഫ് ക്വാളിഫിക്കേഷൻസ് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഏതിലാണോ നമുക്കുള്ളത് അത് മാത്രമാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ബട്ട് ജനറലി വി ക്യാൻ കോൾ അവർ സെൽഫ് ഫൈനാൻഷ്യൽ അഡ്വൈസർ. റൈറ്റ്. പിന്നെ വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇനി എങ്ങനെയാണ് വിപിനെ റീച്ച് ഔട്ട് ചെയ്യേണ്ടത്? ഹൗ ഡു വി കോൺടാക്ട് യു? ഇപ്പം ഒരു കേൾക്കുന്ന ഒരാൾക്ക് വി വാണ്ട് ടു നോ മോർ, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സെക്ഷൻ, ഇപ്പോൾ പറഞ്ഞിരുന്നു ഇതൊരു ജനറലൈസ്ഡ് ആയ ഒരു അഡ്വൈസാണ്, ഇൻ പേഴ്സൺ വേണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട്. ഈസി സ്ട്രീറ്റ് മോർഗേജസ് ആണ് വിപിൻ്റെ ബ്രാൻഡ്. സോ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? മൊബൈൽ നമ്പേഴ്സ്, ഇമെയിൽ അഡ്രസ്? മോസ്റ്റ് ഓഫ് ആൾക്കാർ കോൺടാക്ട് ചെയ്യുന്നത് ഇനീഷ്യൽ ഒരു ഫോൺ കോൾ ആയിരിക്കും, ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കും, എപ്പോഴായിരിക്കും ഫ്രീ ആയിരിക്കും എന്നൊന്ന് സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ ബേസിക്കലി ഒരു ഇനീഷ്യൽ കോൺവെർസേഷൻ ഒരു ഫോണിലായിരിക്കും, മേ ബി ഒരു 5-10 മിനിറ്റ്സിൻ്റെ ജസ്റ്റ് ഒരു ഫാക്ട് ഫൈൻഡ്, എന്തൊക്കെയാണ് നമ്മുടെ ഒരു കറണ്ട് പൊസിഷൻ, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയ ആയിരിക്കും. അപ്പോൾ അത് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പോൾ ഈ വീഡിയോൻ്റെ കൂടെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഫോൺ കോൾ ഇസ് ആബ്സല്യൂട്ട്ലി ഫൈൻ. എൻ്റെ ഇമെയിൽ അഡ്രസ്സും അതിൽ കൊടുക്കാം. അപ്പോൾ ചില ആൾക്കാർ ഇമെയിൽ വെച്ചിട്ട് അപ്പോയിൻമെൻ്റ് ആണ് ചോദിച്ചിട്ട് അയക്കുന്നത്. അപ്പോൾ ഇതർ വേ നമ്മൾ ഫ്ലെക്സിബിളാണ് എങ്ങനെയാണ് അത് കോൺടാക്ട് ചെയ്യുന്നത് എന്നുള്ളത്. പെർഫെക്റ്റ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ആസ് എ ടിപ്പ് നമ്മുടെ ലിസണേഴ്സിന്? ടിപ്പായിട്ട് എനിക്ക് തോന്നുന്നത്, നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും എൻ്റെ ഒരു മെയിനായിട്ട്. കാരണം നമ്മുടെ ഒരു എല്ലാ ദിവസത്തെ പ്രോസസ്സിൽ നമ്മൾ മനസ്സിലാക്കുന്നത് റോങ് ഇൻഫർമേഷൻ ഒരുപാട് ആൾക്കാരുടെ അടുത്തുണ്ട്. അത് ആരും അങ്ങനെ റോങ് ആയിട്ട് മനഃപൂർവ്വം കൊടുക്കണമെന്ന് വെച്ചിട്ടല്ല, പക്ഷേ അവർ വീട് മേടിച്ചിരിക്കുന്ന സമയത്തുള്ള റൂളുകളായിരിക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സായിട്ടായാലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെയായിരുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ആ റൂള് നമ്മൾക്ക് ബാധകമാണോ ഇല്ലേ എന്നുള്ളത് നമ്മളെപ്പോഴും ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറുടെ അടുത്ത് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ നമ്മൾ വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറിനെ കോൺടാക്റ്റ് ചെയ്യുക. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വൺസ് നമ്മൾ റെഡിയായി എന്ന് നമുക്ക് നമ്മുടെ അഡ്വൈസറും കൂടിയും പറയുകയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു പ്രീ അപ്രൂവൽ
അപ്രൂവൽ എടുത്തു വയ്ക്കാം. അപ്പോഴായിരിക്കും നമുക്ക് ഒരു മാർക്കറ്റിൽ നമ്മൾക്കൊരു കോമ്പറ്റീറ്റീവ് എഡ്ജ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മളൊരു വീട് കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ റിയൽ എസ്റ്റേറ്റ് ഏജൻ്റ് ആയിരിക്കും അത് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ആൾ നമ്മളോട് ആദ്യമേ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ബാങ്കിൻ്റെ അപ്രൂവൽ ഉണ്ടോ എന്നുള്ളതായിരിക്കും. അപ്പോൾ നമ്മളില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അത്ര സീരിയസ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് പ്രീ അപ്രൂവൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് എവിടെ കിട്ടുമോ അപ്പോൾ ആ ഒരു സ്പോട്ടിൽ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ലെസ് കണ്ടീഷൻസ് വെച്ചാൽ മതിയായിരിക്കും. അപ്പോൾ എവിടെയെങ്കിലും കുറച്ചും കൂടി കോമ്പറ്റീറ്റീവ് ആക്കണമെങ്കിൽ അത് നമുക്കൊരു മോർഗേജ് അഡ്വൈസറുടെ കൂടെ ഡിസ്കസ് ചെയ്തിട്ട് അതിനുള്ളൊരു പോസിബിലിറ്റീസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പെർഫെക്റ്റ്. അപ്പോൾ ഇത്രയും നേരം നമസ്തേ കേരള ടീമിനൊപ്പം നമ്മുടെ ലിസണേഴ്സിന് വേണ്ടി വ്യൂവേഴ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്ത വിപിൻ വർഗീസിനോട് ഒത്തിരി താങ്ക്സ്. താങ്ക് യു.